യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസ് പരത്തനാൽ അച്ഛൻ, യോഗം ഉദ്ഘാടനം ചെയ്ത ഇടുക്കി ജില്ലയിലെ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായ ശ്രീ വിനോദ് കണ്ണോളി, ഇവിടെ ധാരാളം ആളുകൾ ആശംസ അറിയിക്കാനുണ്ട്. സ്വാഗതം ആശംസിച്ച സുഹൃത്തുണ്ട്, നന്ദി പ്രകാശിപ്പിക്കുന്ന ആളുണ്ട്. എല്ലാവർക്കും ഹൃദയംഗമമായ എൻ്റെ നമസ്കാരം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ നമസ്കാരം അറിയിക്കുന്നു. ഉപാസന എന്ന ഈ സംഘടനയെ സംബന്ധിച്ച് എനിക്ക് നേരത്തെ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് മുമ്പ് എൻ്റെ സുഹൃത്ത് വിജയകുമാറാണ് ഈ സ്ഥാപനത്തെ പറ്റി പറഞ്ഞത്. ഇവിടെ എല്ലാ മാസവും ഒത്തുചേരലുകളുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ എല്ലാ ഞായറാഴ്ചയും കവിതയും കഥയും യാത്രാവിവരണമൊക്കെ അവതരിപ്പിക്കുന്ന ഒത്തുചേരലുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഉപാസന എന്ന സ്ഥാപനത്തിൻ്റെ 40ാം വാർഷികവും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കാവ്യകഥാവേദിയുടെ 22ാം വാർഷികവും ഒന്നിച്ച് ആഘോഷിക്കുന്ന സന്ദർഭമാണിത്. ഈ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളവരുടെ മനോഭാവത്തിൽ നിന്നും ഇവിടെ അവതരിപ്പിച്ച കവിതയിൽ നിന്നും അതുപോലെ എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചവരുടെ വാക്കുകളിൽ നിന്നുമൊക്കെ ഇത് ഈ നാടിൻ്റെ വളരെ പ്രധാനപ്പെട്ടതും കുറച്ചാളുകളെങ്കിലും വളരെ ഹൃദയപൂർവ്വം അവരോട് ചേർത്ത് നിർത്തുന്നതുമായ ഒരു പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഒത്തുചേരലുകളും കൂട്ടായ്മകളും തന്നെയാണ് മനുഷ്യത്വത്തെ മുമ്പോട്ട് നയിക്കുന്നതെന്ന് ആവർത്തിച്ച് പറയേണ്ട ഒരു കാലയളവാണിത് എന്ന് തോന്നുന്നു. കാരണം മനുഷ്യർ തമ്മിൽ അടുക്കാനും ഒന്നിക്കാനും ധാരാളം അവസരങ്ങളുണ്ട്. അതേസമയം തന്നെ മനുഷ്യർ തമ്മിൽ അകലാനും അവർക്ക് ഇടയിൽ കനത്ത ചുമരുകൾ ഉയർത്താനും ഉള്ള സാഹചര്യങ്ങളും സമൂഹത്തിലുണ്ട്. എല്ലാ കാലത്തും ഉണ്ടാവും, ഈ കാലത്തും അതങ്ങനെയുണ്ട്. നിശ്ചയമായിട്ടും അതിൽ തമ്മിലുള്ള അകലങ്ങൾ, തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതിനേക്കാൾ എന്തുകൊണ്ടും മനുഷ്യരാശിയുടെ മാത്രമല്ല ജീവരാശിയുടെ തന്നെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് ഈ ഒത്തുചേർന്നുള്ള പ്രവർത്തനങ്ങൾ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ചരിത്രത്തിലേക്ക് നോക്കിയാലും മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഒറ്റയ്ക്കിരുന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളല്ല. ഒറ്റയ്ക്കായിരിക്കും അവർ പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുന്നതിന് അവർക്ക് ഊർജം നൽകുന്ന ഒരു സമൂഹം, ചെറിയതായിരിക്കാം, ചിലപ്പോൾ വലിയതായിരിക്കാം, ഒരു സമൂഹം അവർക്ക് ചുറ്റും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാടിൻ്റെ ചരിത്രം വളരെയൊന്നും ദീർഘമായ ഒരു ചരിത്രമല്ല. ഇന്ന് നാം കാണുന്ന നിലയിൽ കേരളവും മലയാളികളും ഒക്കെ ജീവിച്ചു തുടങ്ങിയിട്ട് വളരെയധികം കാലമായിട്ടില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ഇന്നത്തെ മലയാളികളുടെ ജീവിതത്തിലേക്കും ഇന്നത്തെ നാടിൻ്റെ ജീവിതത്തിലേക്കും ആശയ സമൃദ്ധമായ ഈ ഒരു കാലത്തിലേക്കും നമ്മെ നയിച്ചതിൽ ധാരാളം വ്യക്തികൾക്കും ധാരാളം പ്രസ്ഥാനങ്ങൾക്കും വലിയ മഹത്തായ പങ്ക് നിർവഹിക്കാനുണ്ടായിരുന്നു. പങ്ക് അവർ നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ കാലഘട്ടത്തിലും വന്നുപോയിട്ടുള്ള ആളുകൾ അവരുടെ മുദ്ര ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അന്തരിച്ച പ്രശസ്തനായ ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ, അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പേര് ദ കൾച്ചറൽ സിംബയോസിസ് എന്നാണ്. സാംസ്കാരികമായ പരസ്പര ആശ്രയത്വം എന്നാണ് അതിൻ്റെ ഒരു വിവർത്തനം നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. വളരെ ചെറിയ പുസ്തകമാണ്, 1970 പ്രസിദ്ധീകരിച്ചതാണ്. പിന്നീട് അതിന് പുതിയ പതിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ പുസ്തകത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഗവേഷണ കാലപരിധി എന്ന് പറയുന്നത് ക്രിസ്തുവർഷം 8, 9, 10 നൂറ്റാണ്ടുകളിലെ കേരളമാണ്. അന്ന് കേരളം ഇല്ല എങ്കിലും നമ്മൾ ഇന്ന് കേരളം എന്ന് പറയുന്ന പ്രദേശം ആ കാലഘട്ടത്തിൽ എങ്ങനെ കഴിഞ്ഞുകൂടിയിരുന്നു, ആരൊക്കെയാണ് അതിൽ ഭരണാധികാരികളായിട്ടുണ്ടായിരുന്നത്, ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഈ അന്വേഷണമാണ് അദ്ദേഹം ദീർഘകാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്.
ഇപ്പം ഈ കാലഘട്ടത്തിലെ കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ആ കാലത്ത് കേരളം എന്നത് കൾച്ചറൽ സിംബയോസിസിൻ്റെ സാംസ്കാരികമായ പരസ്പരാശ്രിതത്വത്തിൻ്റെ ഒരു നാടായിരുന്നു എന്നാണ്. ഇവിടെ ധാരാളം നമുക്ക് ചരിത്രം നോക്കിയാൽ ക്രിസ്തുവർഷാരംഭത്തിന് മുമ്പ് തന്നെ ഇവിടെ വൈദേശികരായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്, റോമാക്കാർ വന്നിട്ടുണ്ട്, ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ വളരെ ദീർഘകാലമായി കേരള തീരത്ത് പുറത്തു നിന്നുള്ള ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ വന്നിട്ടുള്ളവരെല്ലാവരും തന്നെ പലരും കച്ചവടത്തിൻ്റെ ലക്ഷ്യമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ, അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ ഒരു സാംസ്കാരികമായ സമന്വയത്തിന് വേണ്ടിയിട്ട് അവർ അറിഞ്ഞോ അറിയാതെയോ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ചരിത്രത്തിൽ ഓരോരുത്തരും ബോധപൂർവം പ്രവർത്തിക്കുന്നത് മാത്രമല്ല, പ്രവൃത്തികൾ പ്രവർത്തിക്കുന്നതും വളരെ പ്രധാനമാണ്. അവർ ബോധപൂർവം ചെയ്തതല്ലെങ്കിൽ പോലും അവരുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്നത്, ഒരു സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാവരും തന്നെ വന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളാകട്ടെ, വ്യത്യസ്ത സമൂഹങ്ങളാകട്ടെ, കച്ചവടത്തിന് വന്നവരാകട്ടെ, ഇവരെല്ലാവരും കേരളത്തിൻ്റെ ഒരു രൂപീകരണത്തിൽ, പിൽക്കാല കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. MGS നാരായണൻ പറയുന്നത് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ തമ്മിലുള്ള ഒരു പൊരുത്തവും ചേർച്ചയും പരസ്പരാശ്രിതത്വം എന്ന വാക്ക് തന്നെയാണ്. കാരണം രണ്ടു കൂട്ടർക്കും ആവശ്യമാണ്. ഇവിടെ വരുന്നവർക്ക് ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ നാട്ടുകാരുമായിട്ടുള്ള ബന്ധം ആവശ്യമാണ്. ഇവിടെ ഉള്ളവർക്ക് ഈ വരുന്നവരെയും ആവശ്യമാണ്. കാരണം കേരളത്തിൽ ഈ കൃഷി, കച്ചവടം മുതലായതൊക്കെ ഒരു കുലത്തൊഴിൽ എന്ന രീതിയിൽ ചെയ്തു വന്നിരുന്ന ആളുകൾ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള രംഗത്തേക്ക് കടന്നു വരുന്ന ആളുകളും അവരുടെ പ്രവർത്തനങ്ങളും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇവിടെയുള്ളവർക്ക് വരുന്നവരെ ആവശ്യമാണ്, വരുന്നവർക്ക് ഇവിടെയുള്ളവരെ ആവശ്യമാണ്. ഇങ്ങനെ ഒരു പരസ്പരാശ്രിതത്വ സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ധാരാളം തെളിവുകളും രേഖകളും ഒക്കെ ഉദ്ധരിച്ച് ആ പുസ്തകത്തിൽ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ എല്ലാം അങ്ങനെയാണോ, എല്ലാം ശരിയാണോ എന്ന കാര്യമൊന്നും നമുക്ക് നോക്കി തിട്ടപ്പെടുത്താൻ കഴിയില്ല. എങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട മഹത്തായ ഒരു ആശയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മതത്തിൻ്റെയോ അല്ലെങ്കിൽ വർഗത്തിൻ്റെയോ ഒക്കെ പേരിൽ മുമ്പേ പറഞ്ഞതുപോലെ അകലാനുള്ള സാധ്യത വളരെ ഏറെ ആയിരിക്കുന്ന സന്ദർഭത്തിലും തമ്മിൽ എന്താണ് പരസ്പരം ആശ്രയിക്കാനും പരസ്പരം ബന്ധപ്പെടുത്താനും ഉള്ളത് എന്ന ആലോചനയും എന്ന ആശയവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈലോപ്പിള്ളി കൊള്ളാൻ വല്ലതും ഒന്ന് കൊടുക്കാനില്ലാതില്ല ഒരു മുൾച്ചെടിയും എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കാനും എന്തെങ്കിലും ഒന്ന് കൊടുക്കാനും ഇല്ലാത്തവരായി മനുഷ്യരാരുമില്ല. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെയുള്ള സാഹചര്യം എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെ ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെയും ഇതുപോലെയുള്ള സംഘടനകളുടെയും ഒരു താങ്ങ് ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലും അഭിലഷിക്കുന്ന തരത്തിലും മുമ്പോട്ട് പോകാനുള്ള ചെറിയ ഒരു താങ്ങെങ്കിലും ആയിത്തീരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഉപാസന എന്ന ഈ സ്ഥാപനവും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ കാവ്യകഥാവേദി നടത്തുന്നതെന്ന് വളരെ സന്തോഷപൂർവ്വം എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. നാം ഈ പറഞ്ഞ പരസ്പര ആശ്രയത്വത്തിൻ്റെയും പരസ്പര ബന്ധത്തിൻ്റെയും പരസ്പര സമന്വയത്തിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു മേഖലയായി എക്കാലവും പ്രവർത്തിച്ചിട്ടുള്ളതും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും സാഹിത്യത്തിൻ്റെയും കലയുടെയും ഒക്കെ പ്രവർത്തന മണ്ഡലങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാം ആവശ്യമാണ്. സാമ്പത്തിക ജീവിതം മനുഷ്യന് ആവശ്യമാണ്, മതജീവിതം ആവശ്യമാണ്, സാമൂഹിക ജീവിതം ആവശ്യമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വ്യത്യസ്ത സാമ്പത്തിക വിഭാഗങ്ങളിലും സാമൂഹിക വിഭാഗങ്ങളിലും ഒക്കെ ഉൾപ്പെടുന്ന ആളുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് സാഹിത്യത്തിൻ്റെയും കലയുടെയും ഘടകം തന്നെയാണ്. നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം, പണക്കാരും പാവപ്പെട്ടവരും ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ടവരും വൃദ്ധന്മാരും കുട്ടികളും യുവാക്കളും ഒക്കെ ഒരുപോലെ പങ്കുവയ്ക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, പങ്കുവയ്ക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് കലയുടെ മണ്ഡലമാണ്. ഒരു കഥാപ്രസംഗം കേൾക്കാൻ ഒരു സദസ്സിൽ ചെന്നാൽ ഇതുപോലെ ഒരു സദസ്സൊന്നും ആയിരിക്കില്ലല്ലോ, അപാലവൃദ്ധം ആളുകൾ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഏത് സമൂഹത്തിൻ്റെ ഏത് ശ്രേണിയിലും ഉള്ള ആളുകൾ ഉണ്ടാവും. അതിൽ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഉള്ള വ്യത്യാസം താരതമ്യേന വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ നിലയിൽ ആരെയും ആകർഷിക്കാൻ കഴിയുന്ന ഒരു കഴിവ്, അതിനുള്ളൊരു വൈഭവം കലകൾക്കും സാഹിത്യത്തിനും ഉണ്ട്. എവിടെയായാലും അതുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ അതുകൊണ്ട് സാഹിത്യം, കല മുതലായ മേഖലകളിൽ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് വളരെ സാമൂഹികമായ ഉത്തരവാദിത്വമുള്ള ഒരു കർമ്മമാണെന്ന് കൂടി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ ഒരു കവിത ചേട്ടൻ ചൊല്ലി, അത് തൊമ്മൻകുത്താണ് അതിൻ്റെ ഒരു കേന്ദ്രമായിട്ടുള്ളത്. തൊടുപുഴയും ഇടുക്കി ജില്ലയും ഒക്കെ അടിക്കടി കടന്നു വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ഒരു വാഗ്രൂപത്തിൽ അതിൻ്റെ ചരിത്രവും അല്ലെങ്കിൽ ആ ഒരു പ്രദേശം ഒരാളിൽ അവശേഷിപ്പിക്കുന്ന അനുഭവങ്ങളും അവതരിപ്പിക്കുമ്പോൾ ഒരാളുടെ അനുഭവം മാത്രമായിട്ടല്ല, അത് കേൾക്കുന്ന ഓരോരുത്തരിലും ആ പ്രദേശവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങളും വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആരും ഒരു പുഴയിൽ കുളിക്കുന്നില്ല എന്ന് പറയുമല്ലോ. ഒരാൾ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ഒഴുകി വേറെ ആയി ഇങ്ങനെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു വെള്ളത്തിൽ ആരും കുളിക്കുന്നില്ല, എല്ലാവരും കുളിക്കുന്നില്ല എന്ന് പറയും. അതുപോലെ ഒരാൾ തന്നെ ഒരു വെള്ളത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കുളിക്കുന്നുള്ളൂ എന്ന് പറയാം. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ സാഹിത്യത്തിൻ്റെ ആയാലും കലയുടെ ആയാലും ഒരു പ്രവാഹത്തിൽ ഓരോരുത്തരും അവരവരുടേതായ മുങ്ങിക്കുളിയാണ്, അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടേതായ മുഴുകലാണ് അതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പരസ്പരം ബന്ധമുള്ള ഘടകങ്ങളുണ്ടാവും എന്നുള്ളത് ശരിയാണ്. അതേസമയം തന്നെ അത്ര തന്നെ ബന്ധമില്ലാത്ത പരസ്പരം വ്യത്യാസമുള്ള ഘടകങ്ങളും അതിലുണ്ടാവും. അങ്ങനെ പരസ്പരം വ്യത്യാസമുള്ള മനോഭാവങ്ങൾക്കും വ്യത്യാസമുള്ള ജീവിത പശ്ചാത്തലങ്ങൾക്കും ആശയാവലികൾക്കും ഒക്കെ ഒന്നിച്ചു ചേരാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്ന പ്രാധാന്യം സാഹിത്യത്തിനും കലയ്ക്കും ഏത് കാലത്തും ഏത് ഭാഷയിലും ഏത് ദേശത്തും ഉണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ന് പറയാം. ഇപ്പോൾ പണ്ടൊക്കെ പറയാറുണ്ട് ഈ വിശ്രമവേളകളാണ്, ലിഷർ ടൈം. വിശ്രമവേളകളിൽ എന്തെങ്കിലും സാഹിത്യം അല്ലെങ്കിൽ കലാ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങനെ പണിയൊക്കെ എടുത്ത് ഇപ്പോൾ അധ്വാനത്തെ ലഘൂകരിക്കാനാണ് പാട്ടുകൾ പാടുന്നത്. കൊയ്യാനും മെതിക്കാനും ഒക്കെ പോകുന്നവരും കൃഷിപ്പണികൾക്ക് പോകുന്നവരും ഒക്കെ അധ്വാനം ലഘൂകരിക്കാനാണ് പാട്ടുകൾ പാടുന്നത് എന്നൊരു തിയറി ഉണ്ട്, പറയാറുണ്ട്. പക്ഷെ അധ്വാനത്തെ ലഘൂകരിക്കുക എന്നതിനേക്കാൾ കൂടുതൽ അധ്വാനത്തോടൊപ്പം നടത്തുന്ന ഒന്നാണെന്നാണ് തോന്നുന്നത്. അതായത് ഈ കലയിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ കലയും സാഹിത്യവും ഒന്നിച്ചു വരുന്ന ചില ആവിഷ്കാരങ്ങളിൽ നിന്ന് തീർത്തും മുക്തമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പഴയ ഗോത്ര ജനതയുടെ ജീവിത രീതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കുമില്ല. എല്ലാവരും അവരവരുടേതായ ആവിഷ്കാരങ്ങളുള്ളവരാണ്. ആ ആവിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുമാണ്. ഒന്നിൽ നിന്ന് വേറൊന്ന് അടർത്തി മാറ്റാൻ കഴിയാത്തതുപോലെ രണ്ടും ചേർന്നുള്ള ആവിഷ്കാരങ്ങളാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഗോത്ര ജനതയുടെ ജീവിതത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ കാലം പോകെ ഈ ജീവിതവൃത്തി, ജീവിതായോധനം എന്ന് പറയുന്ന ഒരു വഴിക്കും, അതുപോലെ തന്നെ ഈ കലാപ്രവർത്തനങ്ങളും സാഹിത്യ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത് മറ്റൊരു വഴിക്കും, ഇങ്ങനെ പല ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആധുനികതയുടെ ഒരു പ്രധാനപ്പെട്ട മനസ്സിലാക്കൽ രീതിയാണല്ലോ. ആധുനിക കാലത്തോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ മനസ്സിലാക്കലുകളും വർഗീകരണങ്ങളിലൂടെയാണ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപാധി മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഉപാധി അത് ക്രമേണ വളർന്നു വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഓരോന്നിനും പ്രത്യേകം വകുപ്പുകൾ ഉണ്ടായിത്തീരുകയൊക്കെ ചെയ്തു. പക്ഷെ അങ്ങനെ വകുപ്പുകൾ ഉണ്ടായിത്തീരുമ്പോഴും ഇത് ഒന്നിപ്പിച്ച് നിർത്താനുള്ള വലിയൊരു ഊർജം ഈ പ്രവർത്തനങ്ങൾക്കുണ്ട് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ എത്രയും പഴയ കാലത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ അംശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനമോ അതിൻ്റെ ഘടകങ്ങളോ ഇപ്പോഴും ഇതിൽ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് പറയാം. അപ്പോൾ അതിൽ കഴിയുന്നത് പോലെ ഓരോരുത്തർക്കും അവരവരുടേതായ പങ്ക് വഹിക്കാനും അവരവരുടേതായ പ്രവർത്തനങ്ങൾ നടത്താനും ഉള്ള വേദി എന്ന നിലയിൽ ഈ പ്രാദേശിക വേദിക്ക് വലിയ ധർമ്മമാണ് നിർവഹിക്കാനുള്ളത്. അതുപോലെ മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് ഈ പ്രാദേശികമായി ഇവിടെ ഇപ്പോൾ തൊമ്മൻകുത്തിനെ പറ്റിയുള്ള കവിത കേട്ടതുകൊണ്ട് തോന്നുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ടങ്ങളൊക്കെ ആയപ്പോൾ എല്ലാവരും നമുക്കറിയാം, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് എഴുതുന്ന ആളുകളും പല ഭാഗങ്ങളിൽ കലകൾ അവതരിപ്പിക്കുന്ന ആളുകളും ഒക്കെയാണ്. നമുക്ക് കേരളത്തിൻ്റേതെന്ന് പറയാൻ പൊതുവായിട്ടുള്ള ഒരു കലയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്? കഥകൾ കേരളീയമാണെന്ന് പറഞ്ഞാൽ കഥകൾ കാണുന്നവർ വളരെ കുറവാണ്, അതിൽ പ്രവർത്തിക്കുന്നവരും വളരെ കുറവാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു കലാരൂപം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് ന്യായമായിട്ടും സംശയിക്കാം. പക്ഷേ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ടമാകുന്നതോട് കൂടിയിട്ട് ചില കലകൾ കേരളത്തിൻ്റെ കലകളായി
സ്ഥാനം നേടുന്നുണ്ട്. അപ്പോൾ ഏത് പ്രദേശത്ത് ജീവിക്കുന്നവർക്കും അതുമായിട്ട് സംവദിക്കാനും അത് കാണാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു പ്രേരണ അതിൻ്റെ ഫലമായിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലൊരു ഒരു സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഒരു മാനകീകരണത്തിൻ്റെ സ്വഭാവം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം നിന്ന് എളുപ്പത്തിന് പറഞ്ഞു എന്നേ ഉള്ളൂ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതലും അല്ലെങ്കിൽ ഒരു പകുതി മുതലും ഒക്കെ ഇത് തുടങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കലകളും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എഴുത്തുകളും ഉണ്ടായി. അതിനു മുമ്പ് ഇപ്പോൾ ജാതി നമുക്ക് വളരെ വലിയൊരു യാഥാർത്ഥ്യമായിരുന്നല്ലോ. ജാതി കലകൾ ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് പൊതുവായ കലകളിലേക്കുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ ജാതി കലകളായി നിലനിന്നവയെ പൊതുവായ ഒരു കലയായി അതിനൊരു മൂല്യവർദ്ധനം നടത്തുന്ന ഒരു സമ്പ്രദായം ഈ കാലത്തോട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളം എന്ന ഭാഷയിൽ ഉള്ള ആവിഷ്കാരങ്ങൾക്കാണെങ്കിലും ഒരു മാനക സ്വഭാവത്തിലേക്ക് പതുക്കെ അത് മാറിത്തീരുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി കേരളത്തിന് മൊത്തത്തിൽ എന്താ പറയണ്ടത്, കേരളീയമായ ഒരു കലയെന്നോ കേരളത്തിൻ്റെതായ ഒരു സാഹിത്യമെന്നോ ഇപ്പോൾ കേരളത്തിൻ്റെ നോവലെന്നോ കവിതയെന്നോ പറയാവുന്നതുപോലെ ഒരു വികാസം അതിനുണ്ടായി. പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ ആധുനിക മനുഷ്യനായി നമുക്ക് ജീവിക്കുന്നതിന് അതിൻ്റെ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം നമുക്കൊരു 1900 ഈ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടങ്ങളോട് കൂടിയിട്ട് ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭഘട്ടങ്ങളോട് കൂടിയിട്ട് നമ്മുടെ കാഴ്ചപ്പാടുകളിലും മനസ്സിലാക്കലുകളിലും വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാനകത്വത്തിനിടയ്ക്ക് അതിൽ നിന്ന് അല്പസ്വല്പം തെറിച്ചു നിൽക്കുന്നതും വിട്ടു നിൽക്കുന്നതുമായിട്ടുള്ള അനേകം ആവിഷ്കാരങ്ങളുണ്ടാവും. അപ്പോൾ അവയ്ക്കും അതിൻ്റേതായ മൂല്യമുണ്ട്, അതിൻ്റേതായ സ്ഥാനമുണ്ട്. അപ്പോൾ അത് കൂടി മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് മാത്രമാണ് എൻ്റെ കല മാത്രമല്ല മറ്റുള്ളവരുടെ കലയും എന്താണെന്ന്, മറ്റുള്ളവരുടെ സാഹിത്യം എന്താണെന്ന്, മറ്റുള്ളവരുടെ ഭാഷ എന്താണെന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് ഈ സംസ്കാരം മുമ്പോട്ട് പോകുന്നത് എന്ന വലിയ ഒരു തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഒരു 10-20 കൊല്ലം അല്ലെങ്കിൽ 20-25 കൊല്ലം മുമ്പ് മുതലാണ് വളരെ വലിയ തോതിൽ പ്രാദേശിക ചരിത്ര രചന എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ അല്ലെങ്കിൽ അതിനുള്ളൊരു സംരംഭം തന്നെ കേരളത്തിലുണ്ടാകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ചില പ്രദേശത്തെ പറ്റി താല്പര്യമുള്ള ആളുകൾ ചിലതൊക്കെ എഴുതി വച്ചിരിക്കാമെന്നാണെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് പ്രാദേശിക ചരിത്രം രേഖപ്പെടുത്തി വെക്കേണ്ടതാണെന്നും ഓരോ പ്രദേശത്തിനും തനതായ ചില സംസ്കാരവും ചരിത്രവും ചില അറിവുകളും മൂല്യങ്ങളും ഒക്കെ ഉണ്ട് എന്നും ഉള്ള ധാരണ ഏതാണ്ട് വ്യാപകമായിട്ട് വരുന്നത് കഴിഞ്ഞ ഒരു 10, 20, 25 കൊല്ലത്തിനിടയ്ക്കാണ് വ്യാപകമായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഉണ്ടാവും എങ്കിലും വളരെ വ്യാപകമായിട്ട് വരും. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രാദേശികമായ ചരിത്ര രചനയിലേക്കും പ്രാദേശിക ജീവിതത്തിൻ്റെ അർത്ഥത്തിലേക്കും മൂല്യത്തിലേക്കുമൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ എന്ന് ഒറ്റ വാക്കിൽ നാം പറയുമ്പോൾ ഒരാളുടെ ഉള്ളിൽ തന്നെ പലരുള്ളതുപോലെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ എത്രയോ വ്യത്യസ്തരായ മനുഷ്യരുണ്ടായിരിക്കും, എത്ര വ്യത്യസ്തമായ ജീവിതങ്ങളുണ്ടായിരിക്കും, എന്തെല്ലാം അനുഭവങ്ങളുണ്ടായിരിക്കും. ഓരോരുത്തരും ഓരോ സർവകലാശാലയാണെന്ന് പറയാമല്ലേ. ഓരോ മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആന്തരിക ജീവിതം എന്ന് പറയുന്നത് അത്ര വൈവിധ്യപൂർണ്ണമാണ്. അപ്പോൾ ഈ വൈവിധ്യങ്ങളെല്ലാം ഉള്ളടക്കി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ തൊഴിലുമൊക്കെ ചെയ്യുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഓരോരുത്തരും വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണെന്നും ആ ഓരോരുത്തരും പങ്കെടുക്കുന്ന അവരുടെ ജീവിത സമ്പ്രദായങ്ങളും അല്ലെങ്കിൽ ജീവിത ആയോധനങ്ങളും ജീവിത രീതികളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുമുള്ള വലിയൊരു തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിച്ചിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന കലാസൃഷ്ടികളുടെയും സാഹിത്യ സൃഷ്ടികളുടെയും മൂല്യം മുമ്പെന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഈ പ്രാദേശികമായിട്ടുണ്ടാകുന്നത് മാത്രമാണ് നല്ല സൃഷ്ടികളെന്നോ പ്രാദേശികമായിട്ടുണ്ടാകുന്ന എല്ലാ നല്ല സൃഷ്ടികളാണെന്നോ അല്ല. അത് സ്വാഭാവികമല്ലല്ലോ. പ്രാദേശികമായിട്ടല്ല എവിടെ ഉണ്ടാകുന്നത്, എല്ലാം പ്രാദേശികമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് എല്ലാം ഒരുപോലെ മികച്ചതാണെന്നോ ഒരുപോലെ മൂല്യമുള്ളതാണെന്നോ ഒന്നുള്ള അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. എങ്കിലും അത് അവഗണിക്കപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണെന്നും അതങ്ങനെ അവഗണിക്കപ്പെട്ടു പോയി കൂടാത്തതാണ് എന്നും അതിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണമെന്നും, അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ തള്ളിക്കളയേണ്ടതുണ്ടാവും, എവിടെയായാലും ഉണ്ടാവുമല്ലോ, തള്ളിക്കളയേണ്ടതുണ്ടാവും. പക്ഷേ അതിൽ കൈക്കൊള്ളേണ്ടതായിട്ടും പലതും മുമ്പെന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഈ ആദിവാസി ഭാഷകൾ അതുപോലെ കടലോരത്തെ ഭാഷകളൊക്കെ അടുത്ത കാലത്ത് വലിയ ചിന്താവിഷയമായിട്ടും അന്വേഷണ വിഷയമായിട്ടും വരുന്നുണ്ട്. ഇപ്പോൾ കടലോരത്തെ ഭാഷകളുടെ ഒരു നിഘണ്ടു തന്നെ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ നിഘണ്ടുവൊന്നുമല്ല,
പക്ഷേ അത് അവർ പ്രയോഗിക്കുന്ന ഈ മത്സ്യം പിടിക്കുന്ന ആളുകൾ അവർ ദൈനംദിനം പ്രയോഗിക്കുന്ന പല വാക്കുകളും ഒരു പൊതു മലയാളത്തിൻ്റെ വാക്കുകളല്ല, പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കാട്ടിൽ ജീവിക്കുന്നവർ പറയുന്ന വാക്കുകൾ പൊതു മലയാളത്തിൽ മനസ്സിലാവില്ല. ഇതെല്ലാം കൂടുന്നത് തന്നെയാണ് മലയാളം എന്ന ധാരണ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധം വരുന്നത് അടുത്ത കാലത്താണ്. അതുകൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, അവരേത് സന്ദർഭത്തിലാണ് ഇത് പ്രയോഗിക്കുന്നത്, ഇങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു ഉദാരമായ മനസ്ഥിതി വളർന്നു വരിക എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞതുപോലെ ഈ പരസ്പര സഹകരണത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ഒക്കെ മൂല്യം ആർജിക്കാനും ആ മൂല്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനും വളരെ ആവശ്യമായ, അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ മുമ്പെന്നതിനേക്കാൾ കൂടുതൽ പ്രാദേശിക ചരിത്രത്തിനും പ്രാദേശിക സംസ്കാരത്തിനും പ്രാദേശിക ജീവിതത്തിനും വലിയ ഒരു പ്രസക്തി കൈവരുന്ന ഒരു കാലമാണ്. പക്ഷേ ഒരു കാര്യം ഇതിനോട് ചേർത്ത് തന്നെ പറയേണ്ടത്, ഈ പ്രാദേശികത്വം ഒരു തരത്തിലുള്ള അഭിമാനമായിട്ടും, അഭിമാനം കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ ദുരഭിമാനമായിട്ടും മാറിത്തീരാനുള്ള വലിയ സാധ്യതയുണ്ട് എന്നതും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. ഓരോ പ്രദേശവും പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ പ്രദേശങ്ങൾക്കും പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ്. ഞങ്ങളുടെ പ്രദേശം കുറച്ച് കൂടുതലാണ് എന്ന തോന്നൽ സ്വാഭാവികം, എല്ലാവർക്കും ഉണ്ടാവാം. എങ്കിലും ആ തോന്നലിന് വഴിപ്പെട്ടു പോകുമ്പോൾ ഇതിൻ്റെ അന്തസ്സത്ത എന്താണ്, അല്ലെങ്കിൽ എന്തായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് മറന്നു പോകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അത് കരുതിയിരിക്കേണ്ട ഒരു ജാഗ്രതയാണ് എന്നും ഓരോരുത്തരും കരുതിയിരിക്കേണ്ട ഒരു ജാഗ്രതയാണ് എന്നും പറയേണ്ടതുണ്ട്. കാരണം വെറും മിഥ്യാഭിമാനത്തിലേക്കോ അല്ലെങ്കിൽ പൊള്ളയായിട്ടുള്ള ആത്മാഭിമാനത്തിലേക്കോ നയിക്കാനുള്ള സാധ്യത അതിനുണ്ട്. തീർച്ചയായിട്ടും അവിടെ നമ്മളൊരു എന്താ പറയണ്ടേ, ഒന്ന് ചെക്ക് ചെയ്ത് മാത്രം അങ്ങോട്ട് കടത്താനുള്ള ഒരു സംവിധാനം മനസ്സിൽ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണെന്ന് മാത്രം. അപ്പോൾ ആ നിലയിൽ ഇന്ന് ധാരാളം ആവിഷ്കാരങ്ങൾ നടക്കുന്നുണ്ട്, ധാരാളം എഴുത്തുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല പ്രായമുള്ള പലരും ഇവിടെയുണ്ട്. ഒരു 30-40 കൊല്ലം വേണ്ട, 20-30 കൊല്ലം മുമ്പ് നമ്മുടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലോ അല്ലെങ്കിൽ കലാകൗമുദിയിലോ ഒക്കെ വന്നിട്ടുള്ള കവിതകളും കഥകളും വായിക്കുകയാണെങ്കിൽ അതിലെ ഭാഷാരീതിയും ഇപ്പോൾ വരുന്ന കവിതകളുടെയും കഥകളുടെയും ഒക്കെ ഭാഷാരീതിയും നോക്കിയാൽ നല്ല വ്യത്യാസമുണ്ട്. വേണ്ട, സിനിമ കുറച്ചുകൂടി നല്ല ഉദാഹരണമാണ്. കുറച്ചുകൂടി പോപ്പുലറായിട്ടുള്ള ഒരു മീഡിയമാണല്ലോ. സിനിമയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷ ഇപ്പോൾ വളരെ തിരുവിതാംകൂറിലുണ്ടാകുന്ന ഒരു സിനിമയാണെങ്കിലും വള്ളുവനാട്ടിലുണ്ടാകുന്നതാണെങ്കിലും കണ്ണൂരുണ്ടാകുന്നതാണെങ്കിലും ഈ MTയുടെ തിരക്കഥ വന്നതോട് കൂടിയിട്ട് ഒരു വള്ളുവനാടൻ സംസാര ശൈലി എന്ന് പറയുന്നത് ഏതാണ്ട് മാനകമായിട്ടുണ്ട്. അപ്പം അതിനു മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ തകഴിയുടെയും കേശവദേവൻ്റെയും ഒക്കെ നോവലുകൾ സിനിമ ആയിക്കൊണ്ടിരുന്ന കാലത്ത് ആ സംസാര രീതി എന്ന് പറയുന്നത് ഏതാണ്ട് മാനകമായിട്ട് ആരഭിനയിച്ചാലും എവിടെയുള്ള ആൾ സിനിമ എടുത്താലും ഏതാണ്ട് ആ ഭാഷ വന്നു. ഇപ്പോൾ പക്ഷേ സിനിമയുടെ ഭാഷയ്ക്ക് അങ്ങനെ ഒരു ഏക സ്വഭാവം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. എത്ര തരത്തിലുള്ള ആളുകളുണ്ടോ അത്രയും തരത്തിലുള്ള ആളുകളുടെ ഭാഷയ്ക്ക് പ്രാധാന്യം വരും. ഇപ്പോൾ മാമുക്കോയെ പോലെ ഒരു നടൻ്റെ ഭാഷ വളരെ പ്രധാനമായിട്ടും വളരെ പഠിക്കേണ്ടതായിട്ടും കരുതി തുടങ്ങുന്നത് മാമുക്കോയെ അഭിനയിച്ച് തുടങ്ങുന്ന കാലത്തൊന്നുമല്ല. അതിനൊക്കെ എത്രയോ കാലത്തിന് ശേഷമാണ്. ആ ഭാഷയ്ക്ക് അതിൻ്റെതായ തനിമയുണ്ട്, അതിൻ്റെ സൗന്ദര്യമുണ്ട്, അത് നമ്മൾ പഠിക്കേണ്ടതാണ്. അങ്ങനെ ഓരോരുത്തരുടെയും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുകൊണ്ട് തന്നെയാണ്. ഇതുപോലെ ഓരോ പ്രദേശത്തെയും ഭാഷ എന്ന് പറഞ്ഞാൽ ജീവിതം കൂടിയാണല്ലോ. ജീവിതത്തിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഒരു പ്രത്യക്ഷീകരണമാണ് ഭാഷയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്ന സിനിമ നോക്കിയാൽ, നാടകം നോക്കിയാൽ, അതുപോലെ കവിതകളും കഥകളും നോവലുകളും ഒക്കെ നോക്കിയാൽ ഇതിലൊക്കെ ഉണ്ട്. അതിനെല്ലാത്തിനും ഇടം കിട്ടുന്നുണ്ട് ഇന്നത്തെ സാഹിത്യത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ എഴുതപ്പെടുന്നതെല്ലാം നല്ലതാണെന്നോ വളരെ മികച്ചതാണെന്നുള്ള അർത്ഥത്തിൽ പറയല്ല. പക്ഷെ അതിനുള്ളൊരു സാധ്യത ഇന്ന് മുമ്പെന്നതിനേക്കാൾ കൂടുതലായിട്ട് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇതുപോലെയുള്ള ഈ പ്രാദേശിക കൂട്ടങ്ങൾക്കും പ്രാദേശികമായ ആലോചനകൾക്കും വളരെ നല്ല നിലയിൽ ഒരു പ്രവേശനം അതിലേക്ക് കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ എഴുത്തും കലയും ഇതൊന്നും അതിൻ്റെ ഭാഷ മാത്രമല്ല, ആ ഭാഷയ്ക്കുള്ളിൽ എന്ന് പറയണമെന്നില്ല, ആ ഭാഷയിൽ തന്നെ ഉള്ളതായ ഒരു മൂല്യബോധം എന്ന് പറഞ്ഞാൽ അതൊരു പഴയ വാക്കായിരിക്കും. എങ്കിലും അതല്ലാതെ ഇപ്പോൾ വേറെ എന്താണ് വാക്ക് പറയും, അത് നമുക്ക് നൽകുന്ന, ജീവിതത്തെ സംബന്ധിച്ച് നൽകുന്ന ഒരു മൂല്യസങ്കല്പം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് പങ്കാളിത്തത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയുമായ ഒരു മൂല്യബോധം ആണുള്ളത്. എന്താണ് കലയ്ക്കും സാഹിത്യത്തിനൊക്കെയുള്ള ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അതൊരിക്കലും ഒരു അവസാന വാക്ക് പറയുന്നതായിട്ട്
തോന്നില്ല. അവസാനം ഇനി അഥവാ അവസാന വാക്കുകൾ പറയുകയാണെങ്കിൽ തന്നെ ആ അവസാന വാക്കുകൾ അത്ര നമ്മളാരും ചിന്തിച്ചിട്ടില്ലാത്ത വാക്കുകളൊന്നും ആയിരിക്കും. ഇപ്പം 1925 പാവങ്ങളുടെ വിക്ടർ ഹ്യൂഗോയുടെ ലെ മിറബിൾ എന്ന് പറയുന്ന നോവല് മലയാളത്തിലേക്ക് നാലപ്പാട്ട് നാരായണ മേനോൻ തർജ്ജമ ചെയ്ത് പാവങ്ങൾ എന്നുള്ള പേര് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1925 അദ്ദേഹം ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആദ്യമായിട്ട്. ഇപ്പോൾ 2025 ആകുമ്പോൾ 100 കൊല്ലമായി. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പാവങ്ങളുടെ ശതാബ്ദി ആഘോഷിക്കുന്നുണ്ട്. ഈ നോവലിൻ്റെ ഒരു സാരസന്ദേശം എന്ന നിലയിൽ, സാരസംഗ്രഹം എന്ന നിലയിൽ ആ നോവലിലെ മുഖ്യ കഥാപാത്രമായ ഡാൻവാൻ അദ്ദേഹത്തിൻ്റെ കുട്ടികളോട്, അദ്ദേഹത്തിൻ്റെ കുട്ടികളല്ല, അദ്ദേഹം കുട്ടികളെപ്പോലെ സ്നേഹിക്കുന്ന മരിയൂസ് എന്നും കൊസെത്ത് എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയോടും പെൺകുട്ടിയോടും പറയുന്നത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, സ്നേഹിക്കുക എന്നുള്ളതല്ലാതെ ഈ ലോകത്തൊന്നും ചെയ്യാനില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായ കാര്യമാണ്, ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യവുമായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് അത് വളരെ മഹത്തായ, വളരെ മൂല്യവത്തായ ഒരു സന്ദേശമായി മാറുന്നതെന്ന് ചോദിച്ചാൽ, ആ വാക്യം മാത്രമല്ല, ആ വാക്യം പറയാനായിട്ട് ആ കഥാപാത്രം ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് എത്ര യാതനാനിർഭരമായ, എത്രമാത്രം കഷ്ടപ്പാടുകൾ നിറഞ്ഞ, ഓരോ സന്ദർഭത്തിലും മരണത്തെ തൊട്ടു മുമ്പിൽ കണ്ടുകൊണ്ടുള്ള, എന്നാൽ അപ്പോഴൊക്കെ അവിടെ നിന്ന് തെന്നിമാറിക്കൊണ്ടുള്ള, ജീവിതത്തെ ഏറ്റവും ധീരമായി നേരിട്ടുകൊണ്ടുള്ള അതിദീർഘകാലത്തെ ജീവിതത്തിൻ്റെ അവസാനം ഈ വാക്കാണ് ഒരാളുടെ കണ്ഠത്തിൽ നിന്ന് വരുന്നതെന്നാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആ വാക്കിനെ കവിഞ്ഞുള്ള ഒരു മൂല്യം ഉണ്ടാവും. ആ വാക്കിനെ കവിഞ്ഞുള്ള മൂല്യം, അതാണ് മൂല്യം എന്ന ആ പഴയ വാക്കുകൊണ്ട് പറഞ്ഞത്. അപ്പം ഇത്തരത്തിൽ ഒരു മൂല്യത്തെ സംബന്ധിച്ച നമുക്കറിയാവുന്നത് തന്നെയാണ്. പക്ഷേ ഈ അറിയാവുന്നതിനെ പറ്റി നമുക്ക് ഒന്നുകൂടി ആലോചിക്കാനും, ആ അറിയാവുന്നത് നമുക്ക് അത്ര അറിയാവുന്നതായിരുന്നില്ലല്ലോ, കുറെ കൂടി അതിലറിയാനുണ്ടല്ലോ എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകാനും ഉള്ള സന്ദർഭം വലിയ കൃതികൾ നമുക്ക് തരും. വലിയ കവിതകളും വലിയ നോവലുകളും നാടകങ്ങളും ഒക്കെ, വലിയ കലാസൃഷ്ടികളൊക്കെ നമുക്ക് നൽകും എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയ്ക്ക് ഉള്ള ഒരു മൂല്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു മൂല്യത്തെ നമുക്ക് മുമ്പിൽ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തരുന്ന എഴുത്തുകളും അങ്ങനെയുള്ള കലാവിഷ്കാരങ്ങളും ഒരു ഐഡിയൽ എന്ന നിലയ്ക്ക് മുമ്പിൽ നിർത്തുകയും വളരെ പ്രാദേശികമായ പ്രവർത്തനങ്ങളിലൂടെ അതിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് എന്തുകൊണ്ടും വളരെ അർത്ഥവത്തായ, അതുപോലെ തന്നെ ആരോഗ്യപൂർണമായ ഒരു ജീവിതമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ നമുക്ക് അതിന് ഒരു വേണം. ഇന്നത്തെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യുവതലമുറയൊക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രായമാകുമ്പോൾ ആളുകൾക്ക് അങ്ങനെയൊക്കെ പലത് തോന്നുമല്ലോ, അങ്ങനെ തോന്നുന്നതായിരിക്കും. എന്നാലും സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. സമയമില്ല. സമയമില്ലെന്ന് മാത്രമല്ല, ഇത്ര സമയം പോരാ. നമ്മൾ അടുത്ത കാലത്ത് പത്രത്തിൽ വായിച്ചിരിക്കുമല്ലോ, നമ്മുടെ ഒരു വലിയ കോർപ്പറേറ്റ് ഉടമയായിട്ടുള്ള ഒരാൾ ഇപ്പോ തന്നെ കുട്ടികൾ എത്രയാണ് ജോലി ചെയ്യുന്നതെന്ന് പറയാനില്ല, അതുപോരാ, 19 മണിക്കൂർ ഒക്കെ ജോലി ചെയ്യണം, അങ്ങനെ ജോലി ചെയ്താൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള മട്ടിൽ പറയാൻ ഒരു മടിയില്ല. അങ്ങനെ മടിയില്ലാതെ പറയുമ്പോൾ ഒരാളുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യുവാവായിട്ടുള്ള ഒരാൾ, 18 20 വയസ്സുള്ള ഒരു കുട്ടി, അയാളുടെ ആയുസ്സിൽ എത്ര മണിക്കൂറുകൾ, എത്ര ദിവസങ്ങൾ ഈ അധ്വാനം, കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണ്, അതുകൊണ്ട് അധ്വാനം അല്ലാതെ ആവുന്നില്ലല്ലോ, അത് വലിയ അധ്വാനം തന്നെയല്ലേ. ഈ അധ്വാനത്തിൽ നീക്കി വെച്ചാൽ എന്താണ്? പൈസ കിട്ടും, നന്നായിട്ട് പണം ഉണ്ടാവും, പക്ഷേ ആ പണം കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതൊരു നമ്മൾ ചോദിക്കേണ്ട ചോദ്യമല്ലേ. അതേസമയം ഇത് വേണ്ടെന്നാണോ? ഈ ജോലി ഇല്ലാതെ കഴിയൂ, ഇന്ന് ജോലി സാധ്യത ഇതിൽ മാത്രമാണുള്ളത്, അപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ ഇങ്ങനെ ഒരു വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു ഇടസമയം എന്ന് പറയുന്നത്, അതിൽ നിന്ന് നമുക്ക് നമ്മുടേതായ ആലോചനകളിലേക്കും നമ്മുടെ ചിന്തകളിലേക്കും നമ്മുടെ കലാനുഭവങ്ങളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കാനും അതിലേക്ക് അല്പനേരമെങ്കിലും ഒന്ന് വ്യാപരിക്കാനും ഉള്ള സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുന്നതിനൊക്കെ ചികിത്സിക്കുന്നത് ഏതാണ്ട് സാധാരണമായി കഴിഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ സമൂഹത്തിലും.
കുറച്ച് മുമ്പ് വരെ ഇല്ലായിരുന്നല്ലോ, ഒരു 10-25 കൊല്ലം മുമ്പ് വരെ ഒന്ന് സ്ട്രെസ്സാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോകുന്നവർ വളരെ കുറവായിരുന്നു. അനുഭവിക്കുന്ന ആളുകളുണ്ടാകും കേട്ടോ, പക്ഷെ അവർക്ക് അറിയുന്നില്ല. അതേസമയം ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതിന് ചികിത്സ മാർഗങ്ങളുണ്ട്, അതിന് മരുന്നുകളുണ്ട്, അതിന് ഡോക്ടറെ തേടി പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞൊന്നും വരില്ല, പക്ഷേ അതിനെ ഒരു പരിധി വരെയെങ്കിലും നിയന്ത്രിക്കാനുള്ള ധാരാളം സാധ്യതകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം കൂടി നമുക്ക് സമാന്തരമായിട്ട് നയിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ആരോഗ്യപൂർണമായ മുമ്പോട്ട് പോക്കിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മുമ്പേ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള ഈ പ്രാദേശിക സ്വഭാവത്തോടു കൂടിയുള്ള കൂടിച്ചേരലുകളിൽ നിന്നാണ് നമുക്ക് കിട്ടാനും സാധ്യതയുള്ളത്. അങ്ങനെ ആ നിലയ്ക്ക് ഇപ്പോൾ സാഹിത്യത്തിൻ്റെയും കലയുടെയും അതുപോലെ മറ്റു തരത്തിലുള്ള ആവിഷ്കാരങ്ങളുടെയും ഒക്കെ വേദി ഒരുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വായനശാലകളുടെയൊക്കെ പ്രവർത്തനം ഏതാണ്ട് ഇവിടെ തന്നെ പറഞ്ഞു, ജയഹിന്ദ് ലൈബ്രറിയുടെ കാര്യം പറഞ്ഞല്ലോ. വായനശാലകളുടെ പല വലിയ വായനശാലകൾക്ക് നന്നായിട്ട് നടക്കുന്നുണ്ടാവും, പക്ഷേ വളരെ പ്രാദേശികമായിട്ടുള്ള വായനശാലകളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ആരും വരുന്നില്ല, പുസ്തകം എടുക്കാനുള്ള ആളുകൾ തന്നെ വരുന്നില്ല. അപ്പോൾ പിന്നെ കണക്ക് തികയ്ക്കുക മുതലായ കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിട്ട്, അങ്ങനെ എനിക്ക് അറിയാവുന്ന കാര്യം, പരിചയമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൂട്ടായ്മയുടെ വേദികൾ കുറഞ്ഞു വരുമ്പോൾ വേറെ തരത്തിൽ അതിന് ബദലുകൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ബദലുകൾ ആവിഷ്കരിക്കുമ്പോഴാണ്, അന്വേഷിക്കുമ്പോഴാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളും ഇതുപോലുള്ള സംഘടനകളും ഒക്കെ പ്രസക്തമായിത്തീരുന്നത്, പ്രധാനമായിത്തീരുന്നത് ആ സന്ദർഭത്തിലാണെന്ന് പറയാം. അതുകൊണ്ട് വായനശാലകളുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു, അതിന് വിലയില്ല എന്നുള്ള അർത്ഥത്തിൽ പറയല്ല. നല്ല നിലയിൽ നടക്കുന്നുണ്ട്. അത് അങ്ങനെ അങ്ങനെ ആവട്ടെ. ഇനി അതിന് അവിടെ എത്താനൊന്നും സാധ്യതയില്ലാത്തവരെ സംബന്ധിച്ച് മറ്റൊരു സാധ്യത എന്ന നിലയിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളും വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ നിലയിൽ ഒക്കെ ഒരു കാവ്യ കഥാവേദിയുടെ വാർഷികം എന്ന നിലയിൽ, അതുപോലെ തന്നെ ഇപ്പോൾ സംഗീതത്തിൻ്റെ കാര്യം അച്ഛൻ ഇവിടെ പറഞ്ഞു, ഇത് സമാന്തരമായിട്ട് തന്നെ സംഗീത വിദ്യാർത്ഥികളുടെയും അല്ലെങ്കിൽ സംഗീതം ആലോചിക്കുന്നവരുടെയും ഒരു സ്ഥാപനവും ഇതിന് സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ അവിടെ ഇരുന്നപ്പോഴും പറയായിരുന്നു, ആൽബർട്ട് നമ്പ്യാപറമ്പിൽ അച്ഛനാണ് ഇത് തുടങ്ങിയത്. ഞാൻ 1980-കളുടെ ആദ്യമൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ആ അറിയാമെന്ന് വെച്ചാൽ ഈ ദാർശനിക സമിതി എന്നാണെന്ന് തോന്നുന്നു അല്ലേ, ഈ എറണാകുളത്ത് കേന്ദ്രമാക്കിയിട്ട് ഒരു സമിതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഇദ്ദേഹമാണ്. അപ്പോൾ അതിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ വരുന്ന അന്നത്തെ വലിയ സച്ചിദാനന്ദൻ, അതുപോലെ പി ഗോവിന്ദപിള്ള, അങ്ങനെയൊക്കെയുള്ള അന്ന് വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. സച്ചിദാനന്ദ അസ്തിത്വവാദത്തെ പറ്റിയാണ് ഒരു പ്രബന്ധം അവതരിപ്പിച്ചത്, അത് അച്ചടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അന്നത്തെ ഈ കവിതയിലും സാഹിത്യത്തിലും അതുപോലെ ചിന്തയിലും ഒക്കെ വളരെ മുൻനിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ കൂട്ടിയോജിപ്പിച്ച് അവരെ കൊണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും അത് അച്ചടിച്ച പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്ന വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹം തുടങ്ങി വെച്ച ഒരു സ്ഥാപനമാണിത്. ചിന്ത എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ഇതിനോട് കൂടിപ്പോകുന്ന ഒന്നാണ്, ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ലല്ലോ, ഇതിനോട് ചേർന്ന് പോകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ വലിയ തുടക്കം ആണ് ഈ പ്രസ്ഥാനത്തിന് ഉള്ളത്. അത് വളരെ പിന്തുടർന്ന് വന്നിട്ടുള്ള അതിൻ്റെ ഡയറക്ടർമാരും അതിൻ്റെ പ്രവർത്തകരും ആ നിലയ്ക്ക് തന്നെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. അതിൽ അല്പനേരം പങ്കാളിയാവാനും അങ്ങനെ ഇവിടെ വരാനും സാധിച്ചതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. അതിന് കാരണക്കാരായ എല്ലാവരോടും, വിജയകുമാറും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളും പ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാവരോടും എൻ്റെ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.